പൾസ് കുറയുന്നത് പൾസർ സുനിക്ക് മാത്രമോ എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ എം രഞ്ജിത്ത്, ഇന്നിപ്പോൾ താങ്കൾ ഇവിടെ ഒരു കൂട്ടായ്മയിൽ പങ്കെടുത്തിട്ട് വരികയാണ്. ഇന്നലെ ദർബാർ ഹാളിലും ഒരു കൂട്ടായ്മയുണ്ടായിരുന്നു. അവിടെ ദിലീപ് പറഞ്ഞ ഒരു കാര്യം, നമ്മൾ ഉടനെ നമ്മുടെ വീട്ടിനകത്തേക്ക് തന്നെയാണ് നോക്കിപ്പോവുക. അതിൻ്റെ അർത്ഥം എന്താണ്? അതെന്തുദ്ദേശിച്ചാണ് അങ്ങനെ ഒരു പറഞ്ഞതെന്ന് എനിക്കറിയില്ല. കാരണം വെച്ചാൽ നമ്മുടെ അകത്തേക്ക് നോക്കുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു നല്ല ഉദ്ദേശത്തോടെ നോക്കിയായിട്ട് പറഞ്ഞ ഒരു വാക്കായിട്ട് എനിക്ക് തോന്നിയത്. പിന്നീട് എന്ന് വെച്ചാൽ അന്നത്തെ ഇന്നലെ ഉണ്ടായ ഒരു കൂട്ടായ്മയുടെ അവസ്ഥ എന്ന് പറയുന്നത് എല്ലാവരും വളരെയധികം ഞാൻ അതിലേക്ക് പോകുന്നില്ല, നമുക്ക് ധാരാളം സംസാരിക്കാൻ കഴിയും ആ വിഷയത്തിൽ എത്ര വേണമെങ്കിലും, വികാരത്തിൻ്റെ അളവെടുക്കുന്നതിൽ. ശ്രീ വിനയൻ, രണ്ട് കാര്യങ്ങൾ. ഒന്ന്, ദിലീപ് എന്തുകൊണ്ട് പറയുന്നു നമ്മൾ ഉടനെ നമ്മുടെ വീട്ടിനകത്തേക്ക് തന്നെയാണ് നോക്കിപ്പോവുക എന്ന്. രണ്ട്, എന്തുകൊണ്ടാണ് ഈ പ്രമുഖൻ്റെ പേരിലേക്ക് മാത്രമായി ആക്ഷേപങ്ങൾ എത്തുന്നത്? എന്തുകൊണ്ടാണ് ഇന്നസെൻ്റ് പറയുന്നു മാധ്യമങ്ങൾ വളച്ചൊടിക്കരുത്? എന്തുകൊണ്ട് ദിലീപ് പറയുന്നു തെറ്റായ വഴിയിലേക്ക് കാര്യങ്ങൾ പോകരുത് എന്ന്? എന്തുകൊണ്ട് ദിലീപിലേക്ക് ഇതെല്ലാം ചെന്നെത്തുന്നു? ശ്രീ വിനയൻ. വേണു, അത് ദിലീപിൻ്റെ ആദ്യകാല 6-7 ചിത്രങ്ങളിൽ അഭിനയിച്ചതാണ്. ഇപ്പം വേണു കുറേ പേരെ ഇങ്ങനെ ദിലീപിൻ്റെ ഒരു അപ്രമാദിത്വം കൊണ്ട് വിലക്കി എന്നൊക്കെ പറഞ്ഞില്ലേ. ഇപ്പോൾ എൻ്റെ ഇഷ്യൂവിലും, അപ്പോൾ അതുകൊണ്ടാണ് ഞാനത് പറയാൻ എനിക്കൊരു ഡെലിക്കസി ഉള്ളത്. എൻ്റെ ഇഷ്യൂവിലും 8 വർഷങ്ങൾക്ക് മുമ്പ് ദിലീപിൻ്റെ ഒരു ഇഷ്യൂ ആണ്, ദിലീപ് ഒരു നിർമ്മാതാവിനോട് കാണിച്ചൊരു ഇഷ്യൂവിലാണ് എനിക്കെതിരെ പ്രശ്നം ഉണ്ടായതും ഞാൻ വിലക്കപ്പെട്ടതും. അതുപോലെ ദിലീപിനെ അല്ല ഞാനിതിനകത്ത് കാണുന്നത്, ഒരു നടനെ അങ്ങനെ ആക്കി ഞാൻ പറയുന്നില്ല. എനിവേ, എനിക്കൊരു വലിയ പ്രയാസമുണ്ട് സത്യത്തിൽ. ഞാൻ പറയാൻ കാര്യം, ഞാനിപ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ എൻ്റെ ഒരു വീട്ടിലോട്ട് ഈ ചർച്ചയ്ക്കായിട്ട് വരുമ്പോൾ എൻ്റെ ഒരു സിനിമാ സുഹൃത്ത് എന്നോട് നേരിട്ട് കണ്ടു പറഞ്ഞു, അത് ഈ വിനയനെല്ലാം വെട്ടി തുറന്ന് പറയുന്ന ആളാണ്, പക്ഷേ വിനയ ഒരു സിനിമാക്കാരനാണ്, ഒത്തിരി പടം ഡയറക്റ്റ് ചെയ്യുകയും നിർമ്മിക്കുകയൊക്കെ ചെയ്ത ആളാണ്. അതുകൊണ്ട് നമ്മൾ സിനിമാക്കാരെ ഇതിനകത്ത് കുഴപ്പക്കാരാക്കുന്ന രീതി ചർച്ച ചെയ്യില്ലെന്ന് പറഞ്ഞു. എനിക്കൊരു വേദന തോന്നി. ഇത് താങ്കൾക്ക് മാത്രം കിട്ടുന്ന സന്ദേശമല്ല ശ്രീ വിനയൻ, ഇത് താങ്കൾക്ക് മാത്രം കിട്ടുന്ന സന്ദേശമല്ല. ഈ ചർച്ചയിൽ ലിബർട്ടി ബഷീർ അടക്കം പങ്കെടുക്കേണ്ടതായിരുന്നു, അവസാന നിമിഷം പിന്മാറുകയായിരുന്നു. സൂപ്പർ താരങ്ങളോ അല്ലെങ്കിൽ അതിൽ തൊട്ട് താഴെ നിരയിലുള്ള താരങ്ങളോ ഒക്കെ തന്നെയാണ് നേരിട്ട് വിളിച്ചവരോടെല്ലാം പറയുന്നത്, നാം ഇപ്പോൾ ഒന്നിച്ചു നിൽക്കണം, പുറത്തൊരു കാര്യവും പറയരുത് എന്ന്. നിങ്ങളുടെയൊക്കെ വായ്മൂടി കെട്ടുന്നത് ഏതു വിരുദ്ധന്റെ തന്ത്രമാണ്? അല്ല, അതവർക്ക് തെറ്റിയതാണ്. കാരണം അത് ഇപ്പോഴെങ്കിലും ഇതൊന്ന് ശുദ്ധീകരിക്കാൻ പറ്റിയ സമയമാണ്. തെറ്റാരുടെ ഭാഗത്തുണ്ടെങ്കിലും സിനിമാക്കാരൊന്നും ആകാശത്തുനിന്ന് വന്നവരൊന്നുമല്ലല്ലോ, ഈ സമൂഹത്തിൻ്റെ ഒരു പോർഷൻ തന്നെയാണ്. അപ്പം ഈ സമൂഹത്തിൻ്റെ ഒരു ഭാഗമാകുമ്പം സമൂഹത്തിലുള്ള കുഴപ്പങ്ങളൊക്കെ സിനിമാക്കാർക്കും ഉണ്ട്. അപ്പോൾ എന്ന് മാത്രമല്ല, എനിക്കിതിനകത്ത് വേദന തോന്നുന്നൊരു കാര്യം, ഈ സംഭവം ഇപ്പോൾ ഈ നടിയെ നമ്മുടെ ഡൽഹിയിലെ നിർഭയയ്ക്ക് ഉണ്ടായതിനെക്കാട്ടിലും കൂടുതൽ ഇതിന് വാല്യൂ ഉണ്ട്. കാരണം ഇത് ക്രൂരമായിരുന്നു, കാരണം ഇത് പ്ലാൻഡാണ്, അത് യാദൃശ്യമായിരുന്നു ആ വണ്ടിയെ കയറിയത്. ഇത് പ്ലാൻഡായിട്ട് ഈ കുട്ടിയോട് ഇത്രയും ഒരു ക്രൂരത കാണിച്ച് ആ ഒരു തട്ടിക്കൊണ്ടുപോകലും ആക്രമണവും ഒക്കെ വന്നിട്ട് അതിനകത്ത് പങ്കെടുത്തവർ സിനിമ എന്ന സാംസ്കാരിക സംഘടനയിൽ ഡ്രൈവറായിട്ടാണെങ്കിലും എന്തായിട്ടാണെങ്കിലും വർക്ക് ചെയ്യുന്നവരാണ്. ആ കുട്ടി വന്നത് ഒരു സ്വകാര്യ കാര്യത്തിന് പോയതല്ല, ഒരു സിനിമയ്ക്ക് ഡബ് ചെയ്യാൻ വന്നതാണ്. ആ കുട്ടിക്ക് വണ്ടി അയച്ചു കൊടുത്തത് ഒരു കമ്പനിയാണ്, ഒരു പ്രൊഡക്ഷൻ കൺട്രോളറാണ്. അപ്പം നമുക്ക് സിനിമാക്കാർക്കൊട്ടും ഇതിനകത്ത് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയാൻ ഞാനാളല്ല. മറിച്ച് നേരത്തെ പറഞ്ഞ നടൻ്റെ പേരിലൊക്കെ ഇത് വരുന്നത് എനിക്ക് തോന്നുന്നു നേരത്തെ ഈ കുട്ടിയുമായിട്ടുള്ള ഇഷ്യൂ, ആ കുട്ടിയെ ഇങ്ങനെ നിരോധിച്ചിരുന്നു. സത്യമാണ്, ആ കുട്ടി ഏതായാലും ആ ഒരു നടി ഓപ്പണായിട്ട് പറഞ്ഞിരുന്നു, എന്നെ ഇങ്ങനെ മാറ്റി നിർത്തി. അതിനെ അനുകൂലിക്കാനോ അല്ലെങ്കിൽ അത് തെറ്റാണ്, അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ തെറ്റാണ്, അല്ലെ അങ്ങനെ നടന്നിട്ടില്ല എന്നൊന്നും ആരും പറഞ്ഞില്ല. ശ്രീ വിനയൻ, പാർവതി, എനിക്ക് 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, ഈ 17-ാം തീയതി അവർ ദാരുണമായി ആക്രമിക്കപ്പെട്ടു, ശരിയാണ്. പക്ഷേ അവരുടെ ജീവൻ്റെ സുരക്ഷയ്ക്കേറ്റ ആക്രമണമാണ് അത് എങ്കിൽ അവരുടെ തൊഴിൽ സുരക്ഷയ്ക്കേറ്റ ആക്രമണത്തെപ്പറ്റി അവർ തന്നെ പറഞ്ഞു. ഡിസംബർ 17, 2015 ഡെക്കാൻ ക്രോണിക്കിളിൽ നൽകിയ അഭിമുഖത്തിൽ പ്രമുഖ നായകൻ എന്നെ വിലക്കിയിരിക്കുന്നു സിനിമയിൽ നിന്ന്. 2 വർഷമായി ഈ നായിക ഈ മലയാള സിനിമകളിൽ മുഖം കാണിച്ചിട്ട്. അപ്പോൾ ഒന്ന്,
ഈ ശാരീരികമായ അരക്ഷിതാവസ്ഥയിലേക്ക് ഇപ്പോൾ അവരെ എത്തിച്ചതുപോലെ തന്നെ പ്രധാനമല്ലേ അവരെ തൊഴിൽപരമായ അരക്ഷിതത്വത്തിലേക്ക് ഒരാൾ എത്തിക്കുന്നത്? ഒപ്പം തന്നെ അതിനെപ്പറ്റി ഒരക്ഷരം ഈ സംഘടന ഉണ്ടായിട്ടും ഇത്രയും ഇപ്പോൾ കേഴുന്ന ഒരു നിര തന്നെ ഉണ്ടായിട്ടും ആരും പ്രതികരിക്കാതിരുന്നത് കുറ്റക്കാരനൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യം അതിനകത്ത് എപ്പോഴും ഉള്ളതുകൊണ്ടല്ലേ? സിനിമയിൽ ഇതിനു മുമ്പും ഇങ്ങനത്തെ ധാരാളം കഥകൾ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചാൽ ചില പ്രമുഖരെ പിണക്കാനുള്ള പ്രശ്നമുണ്ട്. അത് സിനിമയിൽ മാത്രമല്ല, ഇപ്പം നമുക്ക് രാഷ്ട്രീയ പാർട്ടിയിലില്ലേ, ഇപ്പം നമുക്ക് ഒരു എന്താ പാർട്ടിക്ക് താല്പര്യമില്ലാത്തൊരു കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞാൽ പോലും ബ്ലാക്ക് ലിസ്റ്റിൽ പെടുത്തും. ഒരു സാംസ്കാരിക പ്രവർത്തനത്തിന് ചില ഡാൻസ് ടീച്ചേഴ്സ് പറഞ്ഞു കേട്ടിട്ടുണ്ട്, ചില കാര്യങ്ങളോട് ചില പ്രമുഖരുമായിട്ട് ചില വ്യക്തികളുമായിട്ട് ഒന്ന് വാക്ക് തർക്കം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരെ പരിപാടികൾക്കൊന്നും പിടിക്കില്ല. ഇത് കേരളത്തിന്റെ ഒരു പൊതു സ്വഭാവവും ഒരു ശീലവുമാണ്. ഇതൊരു അടഞ്ഞ സംവിധാനമായി നിലനിൽക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഒരാളുടെ ഗർവിന്, ഒരാളുടെ ഭീഷണിക്ക്, ഒരാളുടെ വരുതിക്ക് ഒരു സംവിധാനം മുഴുവൻ നിൽക്കാൻ വേണ്ടിയിട്ടല്ല കേരളത്തിൽ ഈ ചലച്ചിത്ര വ്യവസായം പ്രവർത്തിക്കുന്നത്. അല്ല, അത് നമ്മൾ നിരന്തരമായ ഇടപെടൽ കൊണ്ടും അല്ലെങ്കിൽ പൊതുജനത്തിൻ്റെ ഇടപെടൽ. ഞാനിപ്പോൾ സിനിമയിൽ അഭിനയിക്കാൻ ശ്രമിക്കുന്ന ഒരാളാണ്, പക്ഷേ ഞാനത് പറയുന്നതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു സത്യസന്ധമായി പല ആൾക്കാർ, ഇപ്പം പല സിനിമയിലെ തന്നെ പല ആൾക്കാരെ മാറ്റി നിർത്തപ്പെട്ടിട്ടുള്ളവർ പലപ്പോഴും ഇത് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇപ്പോൾ തിലകൻ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് വിലക്കുണ്ട്, പക്ഷേ അത് അങ്ങനെ ഒരു സത്യമല്ല എന്നുള്ള വേറൊരു വേർഷനും കേൾക്കുന്നുണ്ട്. ഇങ്ങനെയാണ്. പക്ഷേ ഇത് ഒരു ഭയങ്കര ഒരു വളരെ അടുപ്പമുള്ളൊരു ബന്ധമുള്ളൊരു കുടുംബം പോലെയാണ് സിനിമ പ്രവർത്തിക്കുന്നത്. അതിനകത്തൊരു കാരണവരുണ്ട്, ഇത് ഞങ്ങളിലെ ബിലോങ്ങിങ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ അവിടെ ഒരു അംഗമാണ്, ഞാൻ അവിടെ എനിക്കവിടെ സുരക്ഷിതത്വമുണ്ട്. സംഘടന അതിലെ അംഗം, അങ്ങനെയാണ് അത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് അതിന്റെ ജനാധിപത്യത്തിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് എൻ്റെ ചോദ്യം ഇതാണ്. ഡിസംബർ 17, 2015 ഡിസംബർ 17, 2015 ഒരു മലയാള നടി ഒരു പൊതുമാധ്യമത്തോട് പറയുകയാണ് എന്നെ വിലക്കിയിരിക്കുന്നു. അങ്ങനെ ഒരു സംവിധാനം കേരളത്തിൽ നിലനിൽക്കണോ? അങ്ങനെ ഒരു സംവിധാനത്തിന്റെ സൂക്ഷിപ്പുകാരായി ഒരു വലിയ നിര മുഴുവൻ നിൽക്കണമോ? ഭാരവാഹികൾ ഉത്തരം പറയേണ്ട ചോദ്യമാണ്. എനിക്ക് 2017 എന്ന് പറയുമ്പോൾ ഇതിന് 2 വർഷം കുട്ടി കാത്തിരുന്നു ഇതിനൊരു മാറ്റം വരാൻ. അതിന് വേറെ ആരുടെ പോയി സമീപിച്ചിട്ടുണ്ടാവില്ല, സംസാരിച്ചിട്ടുണ്ടാവില്ല എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. എല്ലാവരോടും സംസാരിച്ചിട്ടുണ്ടാവും തന്നെയല്ലേ? ഫെബ്രുവരി 17 നടന്നത് മാത്രമാണോ ആക്രമണം? ശരീരത്തിന്റെ സുരക്ഷ മാത്രമല്ല, തൊഴിൽ സുരക്ഷയും തൊഴിലിന്റെ അവകാശം. അതെ, സർക്കാരാണ് ഇതിന്റെ തൊഴിലിന്റെയും സ്വത്തിന്റെയും എല്ലാം അവകാശികൾ. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ആ കുട്ടി പരാതി കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പരാതി ഗൗരവമായി കാണേണ്ടതായിരുന്നു. കൊടുത്തിട്ടുണ്ടോ പരാതി ആർക്കെങ്കിലും എന്ന് എനിക്കറിയില്ല. ശരി, ഞാൻ നന്ദ്യാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ എം രഞ്ജിത്ത്, എന്തുകൊണ്ടൊരു നടിക്ക് 2 വർഷം ഒരു സിനിമയിൽ, മലയാള സിനിമയിൽ വിലക്ക് ഏൽക്കേണ്ടി വരുന്നു? എന്തുകൊണ്ട് ആ നടിക്ക് പറയേണ്ടി വരുന്നു? ഒരു പ്രമുഖൻ അയാളുടെ ഗാർഹികമായ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ടൊരു വിഷയത്തിൽ ഉണ്ടായ വൈരാഗ്യ ബുദ്ധി കൊണ്ടാണ് ഇങ്ങനെ തന്നെ വിലക്കി നിർത്തിയിരിക്കുന്നത് എന്ന്. അല്ല, അത് വേണു പറയുന്നത് കേൾക്കുമ്പോൾ ശരിയാണ് എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞല്ലോ ശ്രീ എം രഞ്ജിത്ത് ആദ്യമായി ഇത് കേട്ടത്. അല്ലല്ല, ഞാൻ അങ്ങോട്ട് പറയാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ ശ്രീ എം രഞ്ജിത്ത് ആദ്യമായി ഇതേപോലെ തന്നെ ഇതേ മാധ്യമത്തിൽ ഞാൻ വായിച്ചതാണ്. ഞാൻ അങ്ങനെയാണ് ആദ്യമായിട്ട് ഇത് അങ്ങേ അറിയിക്കുന്നതല്ല എങ്കിൽ എന്തുകൊണ്ട് അതൊരു അടഞ്ഞ അധ്യായമായി അവിടെ കഴിയുന്നു? അത് തന്നെയാണ് വേണു ഞാൻ അതിന്റെ മറുപടി പറയാൻ വേണ്ടിയാണ്. ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റുകൾക്ക് ഒരു സംഘടന, അമ്മ എന്ന് പറയുന്ന സംഘടനയുണ്ട്. അത് വളരെ ശക്തമായ സംഘടനയാണ്. ആ സംഘടനയുടെ ഭാഗത്തു നിന്നോ ഈ പറയുന്ന നടിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ഒരു പരാതി, ഇപ്പം പാർവതി പറഞ്ഞ പരാതി വരില്ല. അല്ല, ഞാൻ പറയട്ടെ, ഒരു പരാതി എന്ന് പറഞ്ഞത് വന്നിരുന്നുവെങ്കിൽ ഇന്ന് ഈ നമ്മൾ ചർച്ച ചെയ്യുന്നതിന് പകരം വേറൊരു മുഖം ഉണ്ടായേനെ. പരാതി വരില്ല രഞ്ജിത്ത്. ഇപ്പോഴും പരാതിക്കാരും എന്തെങ്കിലും പറയാൻ വരുന്നവരെ നിങ്ങൾ ഈ പറയുന്ന വഴങ്ങരുത് എന്ന് പറഞ്ഞ് പിൻവലിക്കുകയാണ്. അല്ലല്ല, രണ്ടാമത്തെ കാര്യം, തിലകൻ ചേട്ടൻ ഇതേപോലെ തന്നെ. അല്ല, തിലകന്റെ കാര്യത്തിൽ നിങ്ങൾക്ക് വാദഗതികൾ ഉണ്ടാകും. പക്ഷേ അതിൽ പിന്നെ ഒരു പ്രത്യക്ഷമായ ഒരു സമരവും ഇപ്പോൾ ശ്രീ വിനയനും അത്തരമൊരു സമരമാണ് നടത്തിയത്. അതുപോലെയല്ല ഈ കാര്യം. ഇവിടെ ഒരു നടി പറയുകയാണ് ഒരു വ്യക്തി ആ വ്യക്തിയുടെ താല്പര്യങ്ങൾക്ക് അനുസൃതമായി 2 വർഷം മലയാള സിനിമയിൽ മുഖം കാണിക്കാതെ നിൽക്കേണ്ടി. ഞാൻ പറയട്ടെ, 2 വർഷം എന്ന് പറയുന്നതിന്റെ ഇടയിൽ ഏതൊക്കെ സിനിമകളിലാണ് വിലക്കിൽ ഏർപ്പെട്ടു എന്ന് പറയുന്നത് പോലും നമുക്കിവിടെ കൃത്യമായിട്ട് എനിക്ക് പറയാൻ പറ്റുന്നില്ല. എന്റെ ചോദ്യം ഇതിന്റെ കണക്കുകളല്ല, അതിനകത്ത് തർക്കമല്ല. എന്റെ ചോദ്യം നിങ്ങൾ മുന്നോട്ട് വെക്കുന്ന ഒരു പ്രവണതയാണ്. അല്ല, അങ്ങനെ ഒരു പ്രവണത ഈ ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുന്നതിന് വേണ്ടി ഞങ്ങൾ നിൽക്കില്ല. തീർച്ചയായിട്ടും പറയുന്നു. അതാണ് നിങ്ങളുടെ ഇൻഡസ്ട്രി. അല്ലല്ല, അതിനെതിരായിട്ട്. ഒരു നിമിഷം, ശ്രീ വിനയൻ, ശ്രീ നന്ദ്യാട്ടിലേക്ക് പോകുന്നുണ്ട്. ശ്രീ വിനയൻ, അങ്ങനെ ഒരു ഇൻഡസ്ട്രിയായി ഇതിനെ നിലനിർത്തുകയില്ല എന്ന് ശ്രീ എം രഞ്ജിത്ത് അടക്കം നിർമ്മാതാക്കളുടെ സംഘടനയുടെ പ്രതിനിധികൾ പറയുമ്പോൾ മുഖവിലേക്ക് എടുക്കാമോ നമുക്ക്? ഈ പറയുന്ന പ്രമുഖ നായക നിരകൾ എല്ലാവരും പറയുന്നതിന്റെ ചൊൽപ്പടിക്ക് അനുസരിച്ച് നിൽക്കുന്നവർ തന്നെയല്ലേ ഈ നിർമ്മാതാക്കളും? അല്ലത് വേണു, രഞ്ജിത്തിന്റെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരിക്കും, അല്ലെ നിർമ്മാതാക്കളുടെ സംഘടന അങ്ങനെ ഒരു വിലക്കിനെയും സമ്മതിക്കുന്നില്ല.
പക്ഷേ ഈ നിർമ്മാതാക്കളൊന്നും പറഞ്ഞാൽ ഇപ്പോഴത്തെ താരങ്ങളും താരസംഘടനയും കേൾക്കില്ല. അത് രഞ്ജിത്ത് എന്നോട് സമ്മതിക്കും. കാരണം ഒരു പിടിയുമില്ല. താരങ്ങളുടെ ഇഷ്ടം പോലാണ് പോക്ക്. അവരുടെ റെമ്യൂണറേഷൻ നിയന്ത്രിക്കാനോ അവരെ നിയന്ത്രിക്കാനോ ഒന്നും നമുക്ക് പറ്റുന്നില്ല. പറ്റുന്ന രീതിയിലൊക്കെയുള്ളത് രഞ്ജിത്ത് ചെയ്യുന്നുണ്ട്, അതെനിക്കറിയാം. പക്ഷേ ഈ ഒരു അവസ്ഥ മാറ്റാനാണ് നമ്മൾ നിർമ്മാതാക്കൾ ശ്രമിക്കുന്നത്. രഞ്ജിത്തും സുരേഷ് കുമാറും നമ്മളൊക്കെ കൂടി ഈ ഒരു പ്രശ്നമുണ്ടായാൽ ഒരുമിച്ച് നിൽക്കുന്നത്, അതിനകത്തൊക്കെ ഇവരുടെ കൂടെ തന്നെയാണ് ഞാൻ. പക്ഷെ ഒരു സത്യമുണ്ട്, വേണു പറഞ്ഞ കണക്ക്, ഈ താരങ്ങൾ ചെയ്യുന്ന വിലക്കുകൾ, രഹസ്യമായിട്ട് അവർ കാണിക്കുന്ന ഈ വൃത്തികേടുകൾ, അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരാളെ ഇല്ലാതാക്കാനായിട്ട് അതിനകത്തൊന്നും ഈ നിർമ്മാതാക്കൾക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. അത് ചെയ്യണമെങ്കിൽ കംപ്ലീറ്റ് കൺട്രോൾ കാശ് മുടക്കുന്ന നിർമ്മാതാവിൻ്റെ സംഘടനയ്ക്ക് എത്തണം. അതില്ലിവിടെ. ഇവിടെ ഒരു സംഘടന ഒരിക്കലും അമ്മയെ കൺട്രോൾ ചെയ്യാനോ അല്ലെങ്കിൽ ഈ അമ്മ എന്ന് പറയുന്ന, ഞാൻ ചോദിച്ചോട്ടെ, ഇതിൻ്റെ ആരാണ് ഇതിൻ്റെ ജനറൽ സെക്രട്ടറി ഒക്കെ ആയിട്ട് വരുന്നത്? സൂപ്പർ താരങ്ങളാണ്. അത് ഇപ്പം ഒരു പ്രസിഡന്റ്, എത്രയോ വർഷമായിട്ട് അദ്ദേഹം പ്രസിഡന്റാണ്. അവർ പറയുന്ന രീതിയിൽ പോകുന്ന ഒരു സംഘടനയാണിത്. അത് താങ്കൾ പറയുന്നത് കറക്റ്റാണ്. രഞ്ജിത്തിന്റെ ആഗ്രഹമോ അല്ല അവരുടെ മനസ്സിലുള്ള സംശുദ്ധിയോ ഒന്നും നടക്കുന്നില്ല, സത്യമാണ്. ശ്രീ വിനയൻ, താങ്കൾ പറയുകയുണ്ടായി ഈ ചർച്ചയിൽ പങ്കെടുക്കാൻ ഒരുങ്ങുമ്പോൾ താങ്കൾക്കും വന്നു ഒരു സന്ദേശം. നിങ്ങളെ കണ്ണിന് കരടായി കണ്ടിരിക്കുന്നവരാണോ ഈ വിളിച്ചിപ്പോ ഐക്യത്തെപ്പറ്റി ആവർത്തിച്ച് ഓർമ്മിപ്പിക്കുന്നത്? എന്താണ് അദ്ദേഹം പറഞ്ഞത്? എന്തുകൊണ്ട് താങ്കൾ അതിന് വഴങ്ങിയില്ല? ഇല്ല, ഞാൻ വഴങ്ങിയിട്ടില്ലല്ലോ. അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം എൻ്റെ സുഹൃത്ത് പറഞ്ഞതാണ് ഇങ്ങനെ പറയണം. കാരണം മറ്റൊന്നുമല്ല, ഇത് കേരളത്തിൽ നടക്കാൻ പാടില്ലാത്തതാണ് എന്ന രീതിയിൽ സംസാരിക്കാം. മറിച്ച് സിനിമാക്കാരെ, ഞാൻ പറയാൻ കാര്യം, കഴിഞ്ഞ ദിവസത്തെ ചർച്ചയിൽ ഞാൻ പറഞ്ഞു, എനിക്ക് വളരെ എനിക്ക് അത്ഭുതം തോന്നിയ കാര്യം, നമ്മുടെ സുരേഷ് കുമാർ, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റ്, അദ്ദേഹം പറയുന്നു 5 വർഷം മുമ്പ് ഈ സുനി എന്ന് പറയുന്ന ആള്, പുള്ളിയുടെ വൈഫ് മേനക, ബഹുമാന്യായ നടി മേനകയെ വണ്ടിയെ കയറ്റി ഇതേപോലെ ചുറ്റിക്കറങ്ങിയെന്നും ആകെ ടെൻഷൻ അടിച്ച് അവർ വിളിച്ചെന്നും അതിൻ്റെ നിർമ്മാതാവ് ജോണി സാഗരിയെ വന്ന് രക്ഷപ്പെടുത്തിയെന്നും പറഞ്ഞു. അപ്പം 5 വർഷം മുമ്പാണ്, അന്ന് അദ്ദേഹം പ്രസിഡന്റോ സെക്രട്ടറിയോ ആണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ്റെ. ഇതുപോലൊരു ക്രിമിനലിനെ അദ്ദേഹം എന്ത് വില കൊടുത്തും അവനെ കണ്ടെത്തി വേണേ 2 അടി കൊടുത്തിട്ട് പിടിച്ചിറക്കണം. അല്ലെങ്കിൽ അവനെ മേലിൽ മലയാള സിനിമയിൽ ഇങ്ങനൊരു ക്രിമിനലുണ്ട്, എല്ലാവരും സൂക്ഷിച്ചോ എന്നൊരു എല്ലാ നിർമ്മാതാക്കൾക്കും ഒരു അറിവ് കൊടുക്കേണ്ടതായിരുന്നു. പക്ഷേ അതിനുശേഷം അയാൾ മുകേഷിൻ്റെ കൂടെ വർക്ക് ചെയ്തു, അയാൾ വേറെ ആരാനുടെയൊക്കെ കൂടെ വർക്ക് ചെയ്തു. ഇപ്പോൾ 1 മാസമായി ലാൽ മീഡിയയിൽ അയാൾ എന്താണ് അവിടുത്തെ ഉദ്യോഗസ്ഥനാണ്, അവിടെ വർക്ക് ചെയ്യുന്നു. ഇതൊക്കെ പറയാതിരിക്കാൻ പറ്റില്ല. എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് ഞാൻ പറയട്ടെ, സിനിമക്കാരായിക്കോട്ടെ ആരും ആയിക്കോട്ടെ, തെറ്റ് കണ്ടാൽ തെറ്റെന്ന് പറയും. സംരക്ഷിച്ച് പറയാൻ അതിന് കിട്ടത്തുമില്ല. ആ സുഹൃത്ത് പറഞ്ഞത് അങ്ങനല്ല. അങ്ങനെ സിനിമാക്കാർ ഇങ്ങനെ നമ്മൾ ഈ പറയുന്ന ക്രിമിനൽസിനെ സംരക്ഷിക്കുന്നൊരു തോന്നലുണ്ടാകില്ല. ഞാൻ പറഞ്ഞു, അങ്ങനെ ഒരു തോന്നൽ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരൊറ്റ ഇഷ്യൂയോട് കൂടി അത് മാറ്റണം. ഇനി മേലിൽ പാടില്ല. ശരി, ഞാൻ താങ്കളേക്ക് തിരികെ എത്താം. ശ്രീ സജി നന്ദിയാട്ട്, തമിഴ് സിനിമയിലും തെലുങ്ക് സിനിമയിലുമൊക്കെ നടിമാർ അഭിനയിക്കുന്നുണ്ട് മലയാളത്തിലെ.